പ്രസിദ്ധ ഇന്ത്യൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്ന ഖുശ്വന്ത് സിംഗ് എഴുതിയ അതിമനോഹരമായ ഒരു കഥയുണ്ട്, മാർക്ക് ഓഫ് വിഷ്ണു. വിഷ്ണുവിൻ്റെ അടയാളം. ഒരു ശുദ്ധ ബ്രാഹ്മണൻ പാമ്പിന് പാല് കൊടുക്കുന്ന കഥയാണ്. ആരാധിക്കുകയാണ് അതിനെ. എന്നിട്ട് തല വണങ്ങുകയാണ് അതിന് മുമ്പിൽ. അങ്ങനെ പലദിനം പോയി. ഒരു ദിവസം പാമ്പ് കുത്തി, പാമ്പ് മരിച്ചു പോയി. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ പോകുന്നു. ആ അടയാളം, ആ മാർക്ക് ഓഫ് വിഷ്ണു എന്ന അടയാളം ആ മനുഷ്യൻ്റെ നെറ്റിയിൽ അവശേഷിച്ചിരിക്കുന്നു. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്തെന്ന് വിലയിരുത്തിയാൽ മനസ്സിലാകും. വന്യജീവികൾ വന്യ സ്വഭാവം കാണിക്കും. അതേത് വന്യജീവിയോ, പാമ്പ് മാത്രമല്ല, ഏത് വന്യജീവിയായാലും. പാമ്പ് എത്രയോ പേരുടെ ജീവൻ എടുത്തിരിക്കുന്നു. വിലപ്പെട്ട ജീവനല്ലേ പാമ്പ് എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പം തന്നെ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? കൊച്ചു കുട്ടികളുടെ ജീവൻ വരെ വീട്ടിൽ കയറി അപകരിച്ചുകൊണ്ട് പോവുകയാണ്. എത്രയോ പാമ്പ് കടിയുടെ കഥകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. പാമ്പ് ഒരു വന്യജീവി മാത്രമല്ല, പാമ്പ് പലപ്പോഴും മനുഷ്യൻ്റെ ശത്രുവാണ്. ബൈബിൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ഒരു ശത്രുവാണ് ബൈബിൾ പഠിപ്പിക്കുന്ന പാമ്പ്. അതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. പാമ്പ് ഒരു വന്യജീവിയാണ്. അതിന് വന്യ സ്വഭാവം അത് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിലുണ്ട് വന്യസ്വഭാവമുള്ള മനുഷ്യൻ. വന്യസ്വഭാവമുള്ള മനുഷ്യർ ധാരാളമുണ്ട്. അവരും സമയം കിട്ടുമ്പോൾ വന്യസ്വഭാവങ്ങൾ കാണിക്കും, വന്യരീതികൾ കാണിക്കും. അവർ വൈൽഡ് ട്രൈബ്സ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറില്ലേ, വന്യഗോത്രങ്ങൾ. ആ ഗോത്രങ്ങളുടെ സ്വഭാവവും ഇതൊക്കെ തന്നെയാണ്. മനുഷ്യൻ്റെ മനുഷ്യനെ ശത്രുക്കളായി കണ്ടുകൊണ്ട് സംസ്കാരമുള്ള മനുഷ്യൻ്റെ രീതികളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന വന്യജീവികൾ മൃഗങ്ങളുടെ ഇടയിലും കാട്ടുജീവികളുടെ ഇടയിലും മാത്രമല്ല മനുഷ്യരുടെ ഇടയിലുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി. പാമ്പ് കടിച്ചാൽ എന്താണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്? ആൻറ്റി സ്നേക്ക് വെനം അത് പ്രയോഗിക്കുകയാണ് ഏറ്റവും ഫലപ്രദം. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ലഭ്യമാകണം. അതിന് ലഭ്യതയാണ് ഉണ്ടാകേണ്ടത്. അനായാസമായി അതിന് ലഭ്യത ഉണ്ടായില്ലെങ്കിൽ പാമ്പ് കടി മാരകമാണ്. അതുകൊണ്ട് ഓരോ ഗ്രാമങ്ങളിലും ആൻറ്റി സ്നേക്ക് വെനം തയ്യാറായി വേണം. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉത്തരവാദിത്വത്തോടു കൂടി അത് കൈകാര്യം ചെയ്യുകയും വേണം. പാപ്പിനിശ്ശേരിയിൽ ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രമുണ്ട്. എന്തിന് ആളുകൾ ചോദിക്കുക, എന്തിനാണ് ഈ പാമ്പിനെ വളർത്തുന്നത്? നൂറുകണക്കിന് പാമ്പിനെ വളർത്തുന്നതിൻ്റെ ആവശ്യം എന്താണ്? വിഷമെടുക്കുകയാണ്. ഈ ആൻറ്റി വെനം അങ്ങനെ ശേഖരിച്ചുകൊണ്ട് കണ്ണൂർ പോലെയുള്ള വളരെ വന്യസ്വഭാവമുള്ള പ്രദേശങ്ങളുണ്ട്. പാമ്പ് കടിയേറ്റ് ധാരാളം ആളുകൾ മരിക്കുന്നു അവിടെ. അതുകൊണ്ട് അവർക്കൊക്കെ ഒരു തുണയാകുവാനും ആൻറ്റി വെനം ലഭിക്കുവാനും ഈ പാപ്പിനിശ്ശേരിയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം പ്രയോജനപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അത്തരം സംരംഭങ്ങൾ ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ പാമ്പ് കടിയേറ്റാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മുടെ സൂപ്പർസ്റ്റിഷനാണ്. അത് വളരെയധികം നമ്മുടെ ഈ അന്ധവിശ്വാസങ്ങൾ നമ്മളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. പല സന്ദർഭങ്ങളിലും വളരെ ഹാംഫുള്ളായ പ്രാക്ടീസസ് നമ്മുടെ ഇടയിലുണ്ട്. വളരെ ദോഷകരമായ ചില ശീലങ്ങളും ചില പ്രവണതകളും നമ്മുടെ ഇടയിലുണ്ട്. പാമ്പിനെ കൊണ്ട് വീണ്ടും കടിപ്പിക്കുന്ന ഒരു അന്ധവിശ്വാസമുണ്ട്. എന്തിനാ? കടിച്ച വിഷം തിരിച്ചെടുക്കാൻ. കോമൺ സെൻസുള്ള മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ് ഇത്. പാമ്പിനെ കൊണ്ട് വീണ്ടും കടിപ്പിക്കുക, കടിച്ച പാമ്പിനെ കൊണ്ട് വീണ്ടും കടിപ്പിച്ച് പാമ്പ് വിഷം തിരിച്ചെടുക്കുക. അപ്പം ഇങ്ങനെയുള്ള ചില സൂപ്പർസ്റ്റിഷ്യൻസൊക്കെ ഇന്ന് നിൽക്കുന്ന നാടാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കണം. ഇത്തരം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യണം, ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണം. ശാസ്ത്ര സ്വഭാവം അവർക്കുണ്ടാകണം. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താ? പ്രിവെൻറ്റീവ് ഇന്നൊവേഷനാണ് വേണ്ടത്.
തടയണം. പാമ്പ് കടി തടയാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളും ചെറിയ ചെറിയ ഡിവൈസസും ഉണ്ടാകണം. ഉദാഹരണം, എ സെൻസർ ബേസ്ഡ് സ്റ്റിക്ക്. എ സെൻസർ ബേസ്ഡ് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ എന്താണ് ഗുണം? വാണിംഗ് കൊടുക്കുക ആളുകളുണ്ട്. ആ പാമ്പ് അടുത്ത് പാമ്പുണ്ടെന്ന് വാണിംഗ് കൊടുക്കുന്ന ഒരു സെൻസർ ബേസ്ഡ് സ്റ്റിക്ക് നമ്മൾ പ്രചാരത്തിലാക്കണം. പാമ്പടിയുടെ ശല്യമുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും എത്രയോ ജീവന് രക്ഷപ്പെടുത്താൻ കഴിയും. നിസ്സാരമായ കാര്യങ്ങളായത്. ലോ കോസ്റ്റ് ആണ്, വലിയ ചിലവുള്ള കാര്യമല്ല. ലോ കോസ്റ്റ് മാത്രമല്ല, അത് കുറച്ചുകൂടെ പ്രായോഗികമാണ്, പ്രാക്ടിക്കലാണ്. ഇത്തരത്തിലുള്ള റെമഡികൾ സ്വീകരിക്കണം അതിവേഗത്തിൽ. ഇന്ന് നമ്മൾ കേരളത്തിൽ കേൾക്കുന്ന പാമ്പുകടി കഥ, ദിനന്തോറും കേൾക്കുന്ന പാമ്പുകടി കഥകൾക്ക് ഒരു മാറ്റം ഉണ്ടാകണം. മനസ്സിലാക്കണം, വന്യ സ്വഭാവമാണ് പാമ്പിൻ്റെ സ്വഭാവം.